ഇന്ന് മഗ്രിബോടുകൂടെ അൽഹംദുലില്ലാഹ് മുത്ത് റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ ഉമ്മത്തിന് ഏറ്റവും മഹത്തായ ദിവസമാണത്. അത് തങ്ങൾ ജനിച്ച ആ വർഷത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ വർഷങ്ങളിലും വരുന്ന റബീഉൽ അവ്വൽ ഉണ്ടെന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. ആ നിലക്ക് ഇന്ന് മഗ്രിബ് മുതൽ പിറ്റേ ദിവസത്തെ മഗ്രിബ് അടങ്ങുന്ന ആ ദിവസം ഭയങ്കര ബഹുമാനമാണ്. അൽ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹാജി തങ്ങൾ പറയുന്നു, അന്ന് കഴിയുന്നതും സ്വതക്കകൾ അധികരിപ്പിക്കണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം. രാത്രിയും പകലൊക്കെ മധു സ്വന്തം ചൊല്ലിയിട്ടും കൂട്ടത്തിൽ ചൊല്ലിയിട്ടും ഒക്കെ ടൈമും മധുഹാകട്ടെ. ഉറങ്ങണ്ടെന്നല്ല പറഞ്ഞത്, അധിക ടൈമും അന്ന് ജോലിക്കൊന്നും നമ്മൾ പോകരുത്. തെറ്റൊന്നുമില്ല, ജോലി ചെയ്താലും ഒരു തെറ്റില്ല, ആറാമൊന്നുമില്ല. പക്ഷെ അദബ്, ബഹുമാനം, അന്ന് ഒരു പണികളും കല്യാണം കളിയാട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. നെറൂറത്ത് നിർബന്ധ സാഹചര്യങ്ങളിൽപ്പെട്ടവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കഴിവതും അതിനൊന്നും വേറെ ഡേറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാന്നല്ലാണ്ട് ഞാനില്ല 12-ന് ഞാൻ ഒന്നിനുമില്ല. മൗലിദ് ഓതുക, എവിടൊക്കെ മൗലിദ് ഉണ്ട് അതിലൊക്കെ പങ്കെടുക്കാൻ, ഹലാലുള്ളടത്ത് ക്ഷണിക്കപ്പെടാത്തടത്ത് പോകരുത്. അല്ലെങ്കിൽ നമ്മൾ ചെന്ന സന്തോഷം ഉണ്ടാവും എന്ന സ്ഥലത്തേക്കേ പോകാവൂ, ക്ഷണിക്കാതെ ഒരു സ്ഥലത്ത് പോകുന്നത് തെറ്റാണ്. മൗലിദ് മാത്രാക്കുക, പോളത്തറുണ്ടാക്കലും അവിടെ കല്ലെടുത്തക്കലും അവിടെ വാർപ്പിടലും ഇതൊന്നും മുത്ത് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ ചെയ്യരുത്. വലിയൊരു മഹാന്റെ ചരിത്രം ഞാൻ കിതാബിൽ കൊണ്ട് പേര് ഞാൻ മറന്നു. അവരെ പേരൻ രണ്ടാളെ പേരുണ്ട്. വലിയൊരു മഹാന അറിയപ്പെട്ട ഇമാം ഷർഖാവിയാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ മൂപ്പര് നോമ്പ് പറ്റിയാണ് ഇങ്ങനെ മൂപ്പര് ശിഷ്യനും കൂടെ അങ്ങനെ വന്നപ്പോ കോളേജിന്റെ അടുത്തെത്തിയപ്പോ കോളേജിലെ ഉസ്താദ് വലിയൊരു മഹാന, ഓറെ പേര് ഞാൻ മറന്നു. അപ്പൊ ഓറ് അവിടെ ഉണ്ട്, വരി ഇന്ന് ഇവിടെ ഭക്ഷണം ഉണ്ട് വരിന്നാറ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാൻ നോമ്പെടുത്തിക്കണ്. നോമ്പാ? ഇന്ന് പെരുന്നാളല്ലേ, അള്ളാഹ് റസൂല് ജനിച്ച ദിവസം പെരുന്നാളല്ലേ, നിങ്ങൾ നോമ്പെടുക്കണ ദിവസം. എന്റെ മുഖത്തേക്ക് തുറിച്ചൊരു നോട്ടം. ഞാൻ വലിയൊരു ആലിമായി പറയുന്നത്, ഇത് കിതാബിൽ കണ്ട ചരിത്രം ഞാൻ പറഞ്ഞു. ഇതും കണ്ട പടച്ചോനെ എന്റെ കയ്യിൽ തന്നെയാണ് അബദ്ധം എന്ന് മനസ്സിലാക്കി നോമ്പ് മുറിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ പേര് ഭക്ഷണ വിതരണങ്ങളും മിഠായികളൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് റോട്ടിലൊക്കെ നല്ല സന്തോഷം. മഗ്രിബ് മുതൽ ഒരു ദുഃഖം മനസ്സിൽ വെക്കരുത്. അള്ളാഹു റസൂല് ജനിച്ചു, ഇത്ര സന്തോഷം വേറില്ല. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫല്യഫറഹു, അല്ലാഹുവിന്റെ റഹ്മത്തുൽ ആലമീനെ കൊണ്ട് ഫല്യഫറഹു, നിങ്ങൾ സന്തോഷിക്കുക. വഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, അത് നിങ്ങൾ സംഘടിക്കുന്നതിൽ ഏറ്റവും ഖൈറായതായിരിക്കും അല്ലാഹു തആല പറഞ്ഞു. മഹാനായ സർഹൂനി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഇമാം യൂസുഫ് ഷാമി അവിടുത്തെ സുബുലുൽ ഹുദാ വ റഷാദ് എന്ന ഗ്രന്ഥം 10-ലേറെ വാളില്ല എന്റെ അടുത്തുണ്ട്. റസൂലുള്ളാഹിന്റെ സീറയിൽ നല്ലൊരു കിതാബ്, വലിയമാരെ നോക്കിയാൽ എത്ര നന്നാവും. ആ കിതാബിൽ കാണാം മൗലിദിന്റെ ഏരിയ സംസാരിച്ചപ്പോ ഇമാം സുയൂത്തി തങ്ങളുടെ ശിഷ്യനാണ് അവർ, ഷാംകാരന്. അവര് പറയുന്നത് ദർഹൂനി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ മനാമിൽ കണ്ടു, ഉറക്കത്തിൽ കണ്ടു. അപ്പൊ റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാദാ തഖൂലു ഫി അമലിൽ വലായിം, നബിദിന സദ്യകളെ സംബന്ധിച്ച് തങ്ങൾ എന്ത് പറയുന്നു നബിയെ? നബിദിന സദ്യകൾ ഉണ്ടാവില്ല, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കലും മറ്റൊക്കെ. നബി ജനിച്ച പേരിൽ സന്തോഷിച്ച് ചെയ്യുന്ന ഇതിനെപ്പറ്റി തങ്ങൾ എന്ത് പറയുന്നു നബിയെ? ഖാൽ, അവിടുന്ന് പറഞ്ഞു, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബി, എന്റെ ജന്മത്തിൽ ആര് സന്തോഷിച്ചോ അവന്റെ കാര്യത്തിൽ ഞാനും സന്തോഷിക്കും. അൽഹംദുലില്ലാഹ്. ഈ പ്രയോഗം മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബി എന്ന പ്രയോഗം ഖുർആന്റെ പ്രയോഗമാണ് നബി തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഫല്യഫ്റഹു വഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, ഈ ആയത്തുമായാണ് തങ്ങൾ ഇത് ബന്ധപ്പെടുത്തുന്നത്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ഖുർആനിന്റെ എല്ലാ പദവുമായിട്ട് തങ്ങളെ വാക്ക് ബന്ധമുണ്ടാവും. അപ്പൊ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞ പ്രയോഗമാണ് ഫരിഹ ബിനാ ഫരിഹ്നാ ബി. അള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞേ? വബിറഹ്മതിഹി ഫല്യഫ്റഹു, രണ്ടും ഒന്നാ. അപ്പോ വല്ലാത്തൊരു ദിവസമാണ് നാളത്തെ ദിവസം. മഗ്രിബ് മുതൽ പള്ളിയിലോടൊക്കെ പോയി സ്വലാത്തോ ദിക്റൊക്കെ ചൊല്ലി മൗലിദിന്റെ ആടോ മറ്റൊക്കെ ചൊല്ലിയിരിക്കുക. ഇൻഷാ അല്ലാഹ് രാത്രി കിടക്കണ മുമ്പ് അശ്റഫൊക്കെ ഒന്ന് ചൊല്ലുക. എന്നിട്ട് വേഗം കിടന്ന് വേഗം എഴുന്നേൽക്കുക. ഒരു 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, പിന്നെ പിന്തിക്കരുത്. നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കണം ശരീരത്തെ. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി, ഉള്ള ഡ്രസ്സൊക്കെ ഇസ്തിരിയൊക്കെ വെച്ച് നന്നാക്കുക, അല്ലെങ്കിൽ പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കുക. അങ്ങനെ ഇട്ട് പെരുന്നാൾ പോലെ കണ്ട് സുഗന്ധമൊക്കെ തേച്ച് നമ്മളെ ഭാര്യമാരും കുട്ടികളുടെ ഇടയിൽ ഇരുന്ന് ആ സുബഹിന് മുമ്പ് തന്നെ മൗലിദ് ഓതുക. പള്ളിയിൽ പോകാൻ കഴിയാത്തവർ, പള്ളിയിൽ പോകാൻ കഴിയുന്നവർ അടുത്ത പള്ളിയിൽ പോവുക. വേഗം വന്ന് സൗകര്യങ്ങളിലാക്കി കൂടുതൽ സംസാരമൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് മുതൽക്ക് സംസാരം കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി, നല്ല സ്ത്രീകളും തന്നെ വീട്ടിലൊക്കെ കുളിച്ച് അയലുള്ള സ്ത്രീകൾക്കും കുളിച്ച് ഡ്രസ്സ് മാറ്റാം. അങ്ങനെ ആയി സ്വലാത്തും ദിക്റും ചൊല്ലി യുസ്തജാബു ദുആഉ ഫിൽ വഖ്തി അല്ലദി ഉലിദ ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ടൈം ദുആക്ക് ഉത്തരമുള്ള ടൈമാണ്. ഇമാം മുഹമ്മദ് അമീൻ അൽ ഖുർദി അവിടുത്തെ തൻവീറുൽ ഖുലൂബിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ അസീസ് ദബ്ബാഖ് തങ്ങൾ പറയുന്നതായി അലി മുബാറക് തങ്ങൾ അവിടുത്തെ ഇബ്രീസിൽ പറഞ്ഞു ഇതേ വിഷയം. തങ്ങൾ ജനിച്ച ടൈം ദുആക്ക് ഉത്തരമുണ്ട്.
ജനിച്ച ടൈമാണ് നാളത്തെ സുബൈന്റെ വിട്ടും. അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോ തങ്ങളെ സംബന്ധിച്ച് ഓർത്തും, ഞാൻ അവിടുത്തെ ഒരു മെമ്പറാണല്ലോ, എനിക്ക് എന്ത് ബന്ധാണുള്ളത്, എത്ര കാലായി അല്ലാ, ഇതെങ്ങനെ പറഞ്ഞ് മദീനക്ക് മനസ്സ് കൊടുത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടു വന്ന് പള്ളിയിലിരുന്ന് ഇത്തിക്കാഫ് കരുതി അങ്ങനെ സ്വലാത്തുലക്കലും ഒരു മേടിൻ ശബ്ദത്തിൽ എല്ലാത്തിനും പങ്കെടുത്ത് സങ്കടത്തോടു കൂടെ ഇരുന്ന് ദ്വാ മനസ്സുകൊണ്ടോ കൈ കാണിച്ചോ ചെയ്യാ. ഒരു ദ്വാന്റെ മജ്‌ലിസിൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന മജ്‌ലിസാണ് മൗലിദിന്റെ മജ്‌ലിസ് എന്ന് ഇമാം ജാവീദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം കിട്ടും. അപ്പൊ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ദ്വാരുന്നാൽ മതി. മൗലിദ് ഓതുന്നവർ ഓതട്ടെ, നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് കാണാതെ ചൊല്ലുന്ന ജവാബുകളിൽ പങ്കെടുക്കാം, മറ്റു ബെയ്ത്തൊന്നും നമുക്ക് കിട്ടൂല. ആ ടൈമിൽ അത് കേൾക്കുകയും റസൂലുള്ളാഹിനോട് മദീനയിലേക്ക് മനസ്സ് കൊടുത്ത്, അള്ളാഹുലേക്കും നബിയിലേക്കും മനസ്സ് കൊടുത്ത് ആ ടൈമിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. എന്തോ റാഹത്തിന്റെ അഷറക്കൊക്കെ ചെല്ലുമ്പോൾ മനസ്സറിഞ്ഞങ്ങ് ചൊല്ലി അങ്ങനെ ആയിരിക്കണം നാളത്തെ മജ്‌ലിസ്. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ഒരുക്കങ്ങളും ഇന്ന് മഗ്‌രിബിന് മുമ്പ് പൂർത്തിയാകും. പിന്നെ പിന്തിക്കരുത്. വീട്ടിൽ ഭാര്യമാരോടും കുട്ടികളോടൊക്കെ ആ കാര്യങ്ങൾ പറയണം. എല്ലാവരും അറിയില്ലല്ലോ, ബഹുമാനം പറഞ്ഞു കൊടുത്താൽ അറിയും. അപ്പൊ ആരും അതൊന്നും മറക്കരുത്. മൗലിദുകളൊക്കെ വീടുകളിൽ നടത്താൻ പരിശ്രമിക്കണം. ആളുകളൊക്കെ വിളിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊന്നും സാമ്പത്തികമായി വല്ല ഞെരുക്കുള്ള ടൈമാണ് ഇപ്പൊ. അതിന് കഴിയാത്തവർ മക്കളെയും കുട്ടികളെയും വെച്ചിട്ട് ആ ഒരു മൗലിദ് ഓതുക. എപ്പോഴെങ്കിലും ഒരു നല്ലൊരു മൗലിദ്, നിത്യ മൗലിദ് നമ്മളെ വീട്ടിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇങ്ങനൊക്കെ ആവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലുള്ള സ്നേഹമാണ് ഈ പ്രകടനം. വേറെന്ത് ചെയ്യാനും കഴിയില്ലല്ലോ. ഇങ്ങനൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാനാവും. നമ്മളൊരു 100% തങ്ങളെ അനുഗമിച്ച് ജീവിക്കാൻ കഴിയാത്തവരാണ്. ആ അപാകതകളൊക്കെ നമുക്കുള്ള കുറ്റബോധത്തോടു കൂടെ തന്നെയാണ് തങ്ങളുടെ മുമ്പിൽ ഒരടിമയായി നിൽക്കുന്നത്. അള്ളാഹു അവിടുത്തെ കബൂല് നമുക്ക് നൽകട്ടെ. 12ന്റെ ദിവസം വളരെ ബഹുമാനമുള്ളതാണ്, മറക്കരുത്. ആളുകൾ പലതും പറയും, മൗലവിമാരെന്നെ പലതും പറയും, അതിലേക്കൊന്നും നിങ്ങൾ നോക്കരുത്. അയിമത്ത് മുഴുവൻ അങ്ങനെയാണ് പോയത്. ജനൽ ജന്നതൈൻ ഫി ഫളിലിൽ ലൈലതൈൻ എന്നൊരു വലിയ കിതാബുണ്ട്. ജനൽ ജന്നതൈൻ ഫി ഫളിലിൽ ലൈലതൈൻ, ഇമാം തിൽമസാനിയാണ് അത് എഴുതിയത്. എൻ്റെ കയ്യിലുണ്ട്. 2 രാത്രിയുടെ മഹത്വം പറയുന്ന കിതാബ്. ഒന്ന് ലൈലത്തുൽ ഖദ്റും ഒന്ന് ലൈലത്തുൽ മൗലിദും എന്നാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഏറ്റവും മഹത്തായത് ഏത്? ലൈലത്തുൽ ഖദ്ർ അല്ല, ലൈലത്തുൽ മൗലിദ് ആണെന്നാണ് അതിൽ സമർത്ഥിക്കുന്നതും ഇമാം ഖസ്തലാനി തങ്ങൾ വഹാബിൽ സമർത്ഥിക്കുന്നതും. എല്ലാവരും അങ്ങനെയാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്തായത് ലൈലത്തുൽ മൗലിദ്, തങ്ങൾ ജനിച്ച രാത്രിയാണ്. നമ്മുടെ മദ്രസകളിലൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിൽ അവിടൊക്കെ നമുക്ക് പോയി അതിലൊക്കെ വേണ്ട പോലെ സഹകരിച്ച് ഇൻഷാ അല്ലാഹ് 30 കഴിയുന്നതിന്റെ മുമ്പ് എല്ലാ മൗലിദിന്റെ മജ്‌ലിസിൽ അല്പം ഒരു ഹള്ള്, ഒരു നസീബ്, ഒരു ഓഹരി നമുക്ക് വേണം. അതുപോലെ റസൂലുള്ളാഹിന്റെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന അതിന്റെ വറ്റുകൾ സാധാ വറ്റ് കളയരുത്. കാരണം ഭക്ഷ്യസാധനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് അത് അരിക്കാണ്. സൂഫിയാക്കൾ പറയുന്നു അരിയും നബിയുമായി വലിയ ബന്ധമുണ്ട്. അതിന്റെ അരിയുടെ ചിപ്പി, ആ നെല്ലിന്റെ ചിപ്പി, ആ മോഡലിലാണ് ആദ്യമായി അല്ലാഹു തആല മുത്ത് റസൂലുള്ളാഹിന്റെ ദുർറയെ പടച്ചത്. അതുകൊണ്ട് അരി നിലത്ത് വീഴുന്നത് ഗോതമ്പ് വീഴുന്നതിനേക്കാണ് ഗൗരവം.